വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സദ്യയിൽ ഓണത്തിനായാലും വിഷുവിനായാലും പിന്നെ കല്യാണങ്ങൾക്കായാലും നമ്മൾ ഒഴിച്ചുകൂടാണ്ട് ചെയ്യുന്നൊരു വിഭവമാണ് കാളൻ, കുറുക്ക് കാളൻ എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. സദ്യയിലത്തെ ഒരു സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് വയ്ക്കുന്നത്, ചേന വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കണം, ക്യൂബ് സൈസിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ചേന വെച്ചിട്ടും ചെയ്യും, കായ വെച്ചിട്ട് ചെയ്യും, ചേനയും കായും വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്തൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ ചേന വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി. പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എരിവ് അതിൻ്റെയാണ് വേണ്ടത്. പിന്നെ കളറ് മഞ്ഞ കളർ തന്നെ വേണമല്ലോ, അപ്പോൾ അധികം മുളക് പൊടി ചേർത്താൽ കളറാകെ ചേഞ്ച് ആവും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം. നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ വേഗം നമ്മൾ അതിലോട്ടുള്ള അരപ്പിന് ചേർക്കുന്നത് 1/2 മുറി നാളികേരം, ഒരു പച്ചമുളക്, കുരുമുളക്, ഒരു 1/2 സ്പൂൺ ജീരകം. ചെറിയ സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചൊന്ന് അമർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് മാഷായി പോകും. നന്നായിട്ട് വറ്റണം, എന്നാൽ കുറച്ച് വെള്ളം വേണം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കണ ഫൈനായിട്ട് അരയണം കേട്ടോ, എന്നാലേ അതിന് കൂടുതൽ കാണാനും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതിലോട്ടൊരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം മെല്ലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികം കഷ്ണമൊന്നും ഉടയാണ്ട് തന്നെ. എന്നാൽ തിളയ്ക്കുമ്പോൾ പിരിഞ്ഞു പോകാനും പാടില്ല. അതുപോലെ നമ്മൾ ഇങ്ങനെ പതുക്കെ ചിറ്റിച്ചു കൊടുക്കുക. സ്പൂൺ അരപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവായിരുന്നു, മഞ്ഞൾപ്പൊടി കുറവായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല അരപ്പൊന്ന് കുക്കാവണ വരെ ഇങ്ങനെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് കാച്ചി ഒഴിക്കാം. അപ്പോൾ നമ്മൾ നെയ്യിലാണ് കാച്ചി ഒഴിക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലോട്ട് കടുകിട്ട് കൊടുക്കുക, ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ മുളകൊന്ന് മൂക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെയ്ത് വെച്ചിരിക്കുന്ന കാളനിലോട്ട് കാച്ചി ഒഴിക്കുക. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെയാണ് കഴിക്കാനും. നെയ്യൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ തലേദിവസം വെച്ച് വെക്കുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാപ്പി ഓണം.